Hi friends, welcome back to AlanAjax Creationz. Onam special dishes ile 4th episode ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണത്തിന്റെ വിഭവങ്ങളിലുള്ള കൂട്ടുകറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കടല വേണം. കടല വെള്ളക്കടല ആയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ബ്ലാക്ക് കടല ആയാലും മതി. അപ്പോൾ ഈ കടല നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കഴുകി നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ്. ഞാൻ തലേദിവസം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിടണം, തലേദിവസം ഇടാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ ഇത് അങ്ങനെ തലേദിവസം വെള്ളത്തിൽ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കടല കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. 1 ഗ്ലാസ് കടലയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് എടുത്തത്. അപ്പോൾ അതാ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്രയും വെള്ളം മതി. അതായത് കടലയുടെ നിരപ്പേ നിൽക്കാന്ന് പറയില്ലേ, കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്നുകിൽ ഉപ്പ് ഇട്ടിട്ട് വേവിക്കണമെങ്കിൽ ഉപ്പും മഞ്ഞൾ പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഉപ്പിടാതെ വേവിച്ചെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ കടലയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ്, അപ്പോൾ കുറച്ച് ഇടണുള്ളൂ. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വിസിൽ വരുത്തി നമ്മൾ സാധാരണ കടല വേവിക്കുന്ന മാതിരി വേവിച്ചെടുക്കാം. നമ്മളപ്പോൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ട കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ഇത് ചേനയാണ്. ചേന ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഏത്തക്കായ, അത് 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. നീളത്തിൽ വേണ്ട, ഒന്നെങ്കിൽ ഇത്തിരി കൂടി വലുതാക്കി കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വയറായിട്ട് ചെറുതായി കട്ട് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നേരത്തെ ഇട്ട മാതിരി തന്നെ ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് അത്ര ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. അതും വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 1/4 ഗ്ലാസ് കൂടി ഒഴിച്ചു. അപ്പോൾ ഇത് അങ്ങനെ മൂടിക്കിടക്കുന്ന മാതിരി വെള്ളം ഇട്ടുണ്ട്. ഇനി സ്റ്റൗമ്മ വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ, 5 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ഇത് രണ്ടും കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കടല വെന്ത് റെഡി ആയിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കായും ചേനയും വേവിക്കാൻ വെച്ചതും അതും വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കട്ടയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കടല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത്, തേങ്ങയും ജീരകവും കൂടി അരച്ചത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കടലയിലുള്ള വെള്ളം തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് കടലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറ് നമുക്ക് കഴുകി ഒഴിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഉടഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. കായും ചേനയൊന്നും കഷ്ണങ്ങളായി കിടക്കണമെന്നില്ല. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങയുടെ ആ ഒരു പച്ച ഇത് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വറുക്കാനുള്ളത് വറുത്തെടുക്കാം. ആദ്യം പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിൽ വെളിച്ചെണ്ണ തന്നെ വേണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് വെച്ചിട്ട് സിമ്മിലേക്ക് വെച്ചിട്ട് കറിവേപ്പില ഇടാം. അതിലേക്ക് നമുക്ക് ഒരു 15 ടേബിൾ സ്പൂൺ തേങ്ങ,
ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ട് നിന്നിട്ട് തന്നെ വേണം വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോവും. കരിയാതെ നന്നായി ഇളക്കി നമ്മൾ ഇളക്കിക്കൊണ്ട് നിന്ന് തന്നെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം തേങ്ങേനെ. നമ്മൾ തേങ്ങ വെച്ചത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് വേറെ ഒന്നും നമ്മൾ ഇടണില്ല. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. വേറെ കുറേശ്ശെ മുളക് പൊടി മാത്രമാണ് നമ്മൾ ഇട്ടത്, അതുകൊണ്ട് പെപ്പറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഒരുക്കിയത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പകുതി അച്ച് ഇട്ടാലും മതി. പിന്നെ മധുരം കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം. ഇവിടെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇത് ഉരുക്കിയ ശർക്കരയാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂട്ടുകറി റെഡിയായി. നല്ല മണം വരുന്നുണ്ട്. തേങ്ങ വറുത്തതിടുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ബ്രൗനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. മണ്ണിൻ്റെ പാത്രം ആയാലും ഒരു ചെറിയ ചൂട് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ കായും ചേനയും കടലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചില ഭാഗങ്ങളിൽ അതിൽ ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് കുറച്ചും കൂടി വെജിറ്റബിൾസ് ആഡ് ചെയ്യും. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ 3 വെജിറ്റബിൾസ് മാത്രമാണ് ആഡ് ചെയ്യുക. സൂപ്പറായിട്ട് അടിപൊളി കൂട്ടുകറിയാണ്. കടലയും കായും ചേനയൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.